നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്താ കാരണം? നിങ്ങൾ എന്നെ ഇൻസൾട്ട് ചെയ്തില്ലേ, കുറ്റം പറഞ്ഞില്ലേ? അന്ന് ഞാൻ എന്നെ കുറ്റം പറയും. അന്ന് ഈ പറയിപ്പിച്ചോണ്ടാ പറഞ്ഞ്. അന്ന് എന്തായിരുന്നു എന്റെ കോലം? തുണിയും കുപ്പായൊക്കെ ഇസ്തിരിയിട്ട് കുളിച്ച് മുടിയും ചീകി പല്ലും തേച്ച് ഒരു മാസ്റ്റർ മാതൃകയിലായിരുന്നില്ല എന്റെ നടത്തം. ഐ ആം വെരി സോറി. കുഴപ്പമില്ല, അത് പോട്ടെ. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ നടക്കണം. ഇയാണ് ആൺകുട്ടി. ആ എന്തൊരു ഭംഗി, ടി വി കാണുന്ന മാതിരി തന്നെ. ഞാൻ എന്റെ അളിഞ്ഞ നടത്തം കൂടി ഒന്ന് മാറ്റണം. ഒന്ന് മുണ്ടാതെ പോയാ അവിടുന്ന്. അതെ, ഈ കാണാറില്ലേ ടി വിയിലൊക്കെ അങ്ങനെ കളിക്കണ്, അതുപോലെ ഒന്ന് കളിച്ചാ. എനിക്കൊന്ന് കടിച്ച് തിന്നാൻ തോന്നുന്നു. വേറെ സ്റ്റൈൽ ഉണ്ടല്ലോ ഈ മൂടൊക്കെ അങ്ങനെ കുലുക്കിക്കൊണ്ട്, അതൊന്ന് കാണിച്ചാ. ഇത് മതി. ഇതാകുമ്പോ നല്ല ശോധനയും കിട്ടും. റിയലി? എന്തലി? സത്യം? അതേടോ. ഓക്കെ ഓക്കെ, താങ്ക് യു ഉമ്മ. കളിച്ചോണ്ട് പോടാ. ഇവനൊക്കെ ഏതെങ്കിലും പൊട്ടക്കിണറിൽ പോയി വീഴുള്ളൂ. അടുപ്പിലെ ഡാൻസ്. ഞാനത് മറന്നടാ. ബാ, തുപ്പലം പോയി. വേഗം ബാ. ചെറുതാണെങ്കിലും ഒരു വീട് പണി പൂർത്തിയാക്കി കേറി കൂടിയില്ല കേശവേട്ട. പിന്നെന്താ നിങ്ങൾക്ക് ഒരു സന്തോഷമില്ലാത്തത്? എങ്ങനെ സന്തോഷിക്കും? ഒരു പെൺകുട്ടിയുള്ളതിനെ കല്യാണം ശരിയായിട്ടില്ല, അത് മനസ്സിൽ കിടന്നിങ്ങനെ പുകയ്യ. എടങ്ങറക്കല്ലേ. നിങ്ങളെ മകളെ പറ്റി തീരെ വിഷമിക്കേണ്ടതാ എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാല് നല്ല സൗന്ദര്യമുള്ള കുട്ടിയാവള്. നല്ല ചെക്കന്മാര് വന്ന് ഓളെ കൊത്തിക്കൊണ്ടുപോകും. പിന്നെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തില് ഈ നാട്ടിൽ ഓളെക്കാളും വലിയൊരാള് വേറല്ല. പിന്നൊരു ആൺകുട്ടിയല്ലേ ഉള്ളൂ. ഓനാണെങ്കിൽ പഠനത്തിൽ ഫസ്റ്റാന്നാ ഞാൻ കേട്ടത്. ആകെ കൂടെ നോക്കിയാല് നിങ്ങൾ അത്ര സുഖമുള്ള ഒരാള് ഈ നാട്ടിൽ വേറല്ല. എന്തേ നീ ഇത്ര നേരം പറഞ്ഞത് എന്റെ മോനും മോളെയും പറ്റി തന്നെയല്ലേ? അതെന്താ കേശവട്ട നിങ്ങൾ ഇന്നൊന്ന് ആക്കി പറഞ്ഞത്? ഈ നാട്ടുകാർ മൊത്തം പറയണത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. പിന്നെ ഞാൻ ഈ വഴിക്കാം, ബാക്കി നമുക്ക് പിന്നെ പറയാം. ഓ, സൗന്ദര്യമുള്ള ഒരു മോളും വിദ്യാസമ്പന്നനായ ഒരു മോനും. ഞാൻ കൊറേ വിടൽസ് ഉണ്ടാക്കി പറഞ്ഞതൊക്കെ വിശ്വസിച്ച് പോവാ സന്ത. പോവാ. എടാ, ഇനി നമ്മൾ നോക്കി നിന്നിട്ട് കാര്യമില്ല, തുപ്പലം കൈവിട്ടു പോകും. തന്നെ മൂപ്പെത്തിയ അടുത്ത മൂപ്പനാ. വേഗം വാ, നമുക്ക് പിടിക്കാം. നിക്ക്. ഇപ്പൊ എന്താ ഗൾഫിൽ നിന്ന് വന്ന്? ഒരാഴ്ചയായി. ഇതിപ്പോ ഏതാ വണ്ടി? അത് ഇന്റെ തന്നെ. വളരെ നന്നായി. ഇങ്ങനത്തെ വണ്ടി വേണം എനിക്ക്. ഇപ്പോഴാ ഒരു ഗൾഫുകാരുടെ പത്രാസ് എനിക്ക് ഉണ്ടായത്. അന്റെ പഴയ വണ്ടിയില്ലേ, അതെനിക്ക് തീരെ ചേരൂല. ഇത് ഈ വിൽക്കരുത്, അത്ര എനിക്ക് പറയാനുണ്ട്. ഒന്ന് മുണ്ടാതെ പോയാ അവിടുന്ന്. ഇവനെന്താ സ്കൂളിൽ പോണില്ല? അങ്ങനെ ഒരു ബോധം ഈ ചങ്ങായിക്ക് വേണ്ടേ? ഞാൻ രാവിലെ അങ്ങോട്ടെങ്കിലും ഇറങ്ങുമ്പോ എന്റെ പിന്നാലെ കൂടും. ഈ ഒന്ന് ഉപദേശിച്ചു കൊടുക്ക്. മോനെ, എല്ലാ ദിവസവും സ്കൂളിൽ പോണം, നന്നായി പഠിക്കണം. വിദ്യാഭ്യാസമുള്ളവർക്ക് സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടാവുള്ളൂ. അല്ലെങ്കിലേ എന്റെ ഈ വാപ്പനെ പോലെ ആവും. അതിന്റെ ഇടയ്ക്ക് ഈ അമ്മക്കെട്ടൊന്നും താങ്ങിയില്ലേ? അന്റെ കാര്യം വല്ലാത്ത പുതുമ തന്നെയാണ്. ഗൾഫിൽ നിന്നുള്ള ഓരോ ബരവിനും അന്റെ പ്രായം ഇങ്ങനെ കുറഞ്ഞു വരിക. ഇങ്ങനത്തെ ഒരു ഗൾഫുകാരനെ കണ്ടിട്ടേ ഇല്ല. ഈ മുടി കറുപ്പിക്കരുതില്ലേ? ഹേയ്, അങ്ങനത്തെ പണിയൊന്നും എനിക്കില്ല. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഈ ചെക്കനോടുള്ള ഒരു ഇടങ്ങേറ്. നടക്ക്, പോയിട്ട് അരിയോ സാധനം എന്താച്ചാ വാങ്ങിക്കോ. ഇനി ഒരാഴ്ചക്ക് അരിന്റെ വർത്താനം എന്നോട് മുണ്ടി പോയത് പോടന്ന്. ഈ ചെക്കന്മാരോട് ഇങ്ങനെ ഉണ്ടായ ഇടങ്ങേറ്. ഇതാ വെള്ളച്ചിന്റെ മോനൊന്നല്ല, ആ വൃത്തി കെട്ടവന്റെ മോൻ തന്നെയാ. ബദല് സുള്ളു.
വെറുതെ കുറെ നടന്ന് സമയം കളഞ്ഞു സുക്കുവാ കാട്ടിൽ ചെല്ലുമ്പോ മൂപ്പന് നമുക്ക് ചമ്മാനങ്ങൾ തരും. വലിയ ചമ്മാനം എനിക്ക്, ചെറിയ ചമ്മാനം അനക്ക്. മനസ്സിലായി. വലിയ ചമ്മാൻ എനിക്ക്, ചെറിയ ചമ്മാൻ നിനക്ക്. ചന്തോച്ചായി. എന്തോ ചായ. വലിയ പച്ചി, വലിയ പച്ചി. അയ്യോ 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 വലിയ പച്ചി, വലിയ പച്ചി. അയ്യോ 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 അയ്യോ